ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളൊന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിക്കണത്. ഇങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് വരെ പോകണം, പിന്നെ ഫർണിച്ചറും കടയിലൊന്ന് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാണ് കേട്ടോ. മേശ, കസേര, അങ്ങനെ റൂമിൽ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. ഒരു കസേര ഉണ്ടായിരുന്നു, അത് ഞാൻ നാളെ ഇരുന്ന് കണ്ട് അങ്ങനെ പൊട്ടുകയും ചെയ്തു. പിന്നെ ഞങ്ങളിപ്പോൾ നിലത്തിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കലും എല്ലാതും. ഭയങ്കര ഇടങ്ങാറാണ് നിലത്തിരിക്കാനും നീച്ചാനും, ആരെങ്കിലും വന്നാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പം എന്നാൽ പോകാറുങ്ങണ്ടെന്ന് ഒരു നേരത്തെ വന്നിരുന്നു. അപ്പം അതിന് പോകാൻ വേണ്ടി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൽക്ക് ചോറും ഇതൊക്കെ കൊണ്ടുപോകാല്ലേ, ബോക്സും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ വേണ്ടി കണ്ട് അങ്ങനെ പോകാൻ വേണ്ടി കണ്ട് ഇറങ്ങി. അപ്പോൾ വണ്ടി ഞങ്ങൾ ഡ്രൈവർമാർ നിൽക്കുന്ന റൂമിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചങ്ങാണ്ട് ഞങ്ങളെ വണ്ടി ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിക്ക് നമ്മൾ പെട്രോൾ അടിക്കണ്ടേ. അപ്പോൾ നമ്മൾ CNG അടിക്കണ വണ്ടി അവിടെ ഉണ്ട്. അപ്പം അതിൽ പോകാമെന്ന് വിചാരിച്ചങ്ങാണ്ടാണ് ഇവിടുന്ന് നടന്ന് പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കാര്യമായിട്ട് കാണുക എന്താ വെച്ചാൽ പശുക്കളെ, പുല്ല് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയുണ്ട്. പിന്നെ ഇവിടെ നല്ല കൃഷിയാണ് കേട്ടോ. എല്ലാവരും ഒരു ഇത്തിരി സ്ഥലമാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു കൃഷി നടത്തും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു പോരാൻ ഇട്ടാവാനയിക്കണേ നേരം 6:30 മണി ഏകദേശം അയക്കണം കേട്ടോ. 6:30 മണി കഴിഞ്ഞിരിക്കണം, ആ ഒരു ടൈമിനാണ് പോകുന്നത്. അപ്പോൾ ഓൻ കുഴങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഓൻ എടുക്കാൻ വേണ്ടി കണ്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എടുത്തിട്ട് നടക്കാൻ തന്നെ കഴിയൂല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളിഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെതാണ് കേട്ടോ. അതിപ്പോൾ അത്ര പാകിയിട്ടുള്ളൂ, ചെറുതായിട്ട് മുളച്ച് പൊന്തിയിട്ടുള്ളൂ. ഇനി അത് ഞാൻ വലിയതാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണം കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് എത്രയും സ്ഥലത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു വർക്ക് ഇത് ചെയ്തും കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു കൃഷി അവിടെ ഉണ്ടാവും കേട്ടോ ഓലത്. പിന്നെ അത് പയറാണ് കേട്ടോ. ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ മേലെയുണ്ട് കേട്ടോ. മേലല്ല, ആ റൂമിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇതേപോലെ നിറച്ച് പയറിൻ്റെ വള്ളിയുണ്ട്. നട്ട് പിടിപ്പിച്ചതും അത് കയറൊക്കെ കെട്ടി ടൈമിൽ കൂടി ആ വള്ളി കയറ്റിയതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് ആ റൂം കയറിയിട്ട് ഒരു ചാവി എടുത്ത് വരാറുങ്ങാണ്ട് റൂമിൽ പോയപ്പോൾ ഞങ്ങളവിടെ പുറത്തിരുന്നു കേട്ടോ. ഞാൻ കയറിപ്പോയില്ല, കാരണം 2ാം നിലയിലാണ്, സ്റ്റെപ്പ് കയറി പോകേണ്ടത് വിചാരിച്ച് ഞാൻ പോയില്ല. ഞാൻ അവിടെ ഇരുന്നു. പിന്നെ എൻ്റെ നാത്തൂന് അന്ന് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ MRI CT എടുക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ MRI എന്തോന്ന് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ബാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് റിട്ടേൺ കൊണ്ടുപോയി കൊടുത്താൽ, ആ ബില്ല് കാണിച്ചു കൊടുത്താൽ ഒരു പൈസ തരാൻ പറഞ്ഞിട്ട്, അപ്പോൾ ആ ബില്ല് ഈ വണ്ടിയിലായിരുന്നു. ആ വണ്ടിയിലത്തെ ഡ്രൈവർ അത് എടുത്തുങ്ങാണ്ട് റൂമിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ അത് റൂമിൽ നിന്ന് വാങ്ങിങ്ങാണ്ട് പോരുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിങ്ങാണ്ട് ഞങ്ങൾ ഇതാ വണ്ടി കയറി പോകുന്നുട്ടോ. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ഫർണിച്ചറും കടയിലോട്ട് പോയത്. ഞങ്ങൾ ആദ്യം ഒരു പൊട്ടത്തര കാണിച്ചത്, സൂപ്പർ മാർക്കറ്റിൽ പോയി മടങ്ങി വരുമ്പോൾ ഫർണിച്ചറും കടയിൽ കയറിയാൽ മതിയിരുന്നു. ഇതൊക്കെ ഏറ്റിപ്പിടിച്ചും കണ്ടുണ്ട്. പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത്. ഇവിടെ ഇറങ്ങി ഞങ്ങൾ മേശ, കസേര അങ്ങനെയൊക്കെ നോക്കിയിട്ട്, അപ്പോൾ കസേരക്കൊക്കെ ഒന്നിന് 450 500 റുപ്യൊക്കെ ഉണ്ട് പറയണേ. അത് നമ്മളവിടുത്തെ 250 300 റുപ്യൊക്കെ കിട്ടുന്ന കസേരക്ക് ഇവിടെ 450 500 പറയണേ. പിന്നെ അതേപോലെ ടേബിളും, നമ്മളെ ഫൈബറിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇവൻ കണ്ടോ, ഏത് ബെഡ് കണ്ടാലും അതിമൊന്ന് പോയി കയറി കിടക്കും കേട്ടോ. നമ്മളാ ഫിറ്റ് ചെയ്യണ കാലും ഇതൊക്കെ നമ്മൾ ഓരോന്ന് ഫിറ്റാക്കി കൊടുക്കുമല്ലോ, അങ്ങനത്തെ മേശയുണ്ട്. ഞങ്ങൾ എടുത്തതാണ് ഫൈബറിൻ്റെ. അതിന് തന്നെ ഇവിടെ 1300 കേട്ടോ. അവർ പറഞ്ഞത് നമ്മളവിടെ 900 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് കിച്ചണിലിടാൻ വേണ്ടിയിട്ട് ആ സാധനം ഇവിടെ 1300. പിന്നെ ഞങ്ങൾ എടുത്തത് ഈ സ്റ്റൂളാണ് കേട്ടോ. അതിന് എത്രയെന്ന് വെച്ചാൽ 280 ഒരു സ്റ്റൂളിന് കേട്ടോ. അത് പിന്നെ ഞങ്ങൾ പേഗി പറഞ്ഞ് 250 കിട്ടി കേട്ടോ. ഒന്ന് 4 എടുത്തപ്പോൾ പിന്നെ ടേബിളും അതും കൊടുത്തില്ലേ, അപ്പോൾ കുറച്ചൊക്കെ എമൗണ്ട് കമ്മിയാക്കി തന്നു കേട്ടോ. അങ്ങനെ മൊത്തം 2300 രൂപയുണ്ട് അവിടെ ആയത്. പിന്നെ മേശയും അതിക്ക് 4 സ്റ്റൂളും കൊടുത്തപ്പോൾ അങ്ങനെ അതൊക്കെ വിട്ടുകൊടുത്തെങ്ങാണ്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് വണ്ടിക്ക് അയാൾ വെച്ചു തന്നു കേട്ടോ. ഞങ്ങൾ സാധനം വെച്ചപ്പോഴാണ് വണ്ടി ഞങ്ങൾ തന്നെ കൊടുന്നാൽ മതിയെന്നു എന്ന് ആലോചിച്ചത്. കാരണം ഇത് ഡിക്കിയിൽ സ്ഥലമല്ല, ഇത് CNGൻ്റെ വണ്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഗ്യാസ് ഉണ്ടാവും. ഡിക്കിയിൽ സാധനങ്ങൾ വെക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവസാനം പിന്നെ എന്താ എങ്ങനെയൊക്കെ വെച്ചാൽ നോക്കി, പക്ഷേ ഡിക്കിയിലൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ മുന്നിലും എങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ഞങ്ങൾ മാളിലെത്തി കേട്ടോ. മാളിൽ വന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി കയറുകയാണ്. ഇവിടെ പാർക്കിങ്ങിന് 1 മണിക്കൂറിന് 50 വെച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാല്ലേ ചെറിയൊരു പാർക്ക്, അങ്ങനെ വലിയതൊന്നുമില്ല. പിന്നെ ഞങ്ങളത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും ഓളും നിന്ന് വീട്. അപ്പോൾ ഞങ്ങൾ പറയണത് ഇന്ന് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കേട്ടോ പറയണത്. നാച്ചുറൽ ലുക്കിലാണ് നിൽക്കണത് എന്നൊക്കെ അങ്ങനെ ഓരോന്ന് പറഞ്ഞു പോരാണ്. പിന്നെ ഞങ്ങളെ പിന്നാലെ അങ്ങോട്ട് വിളിച്ചിട്ടും അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എസ്കലേറ്ററിൽ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ മുന്നിൽ കയറി വണ്ടി റിട്ടേൺ ഇറങ്ങി വീണ്ടും ഞങ്ങളപ്പം വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ ഞങ്ങളപ്പം മുന്നിൽ വണ്ടി കയറുകയാണ് കേട്ടോ. അങ്ങനെ പൊരുന്നീങ്ങോണ്ട് മണ്ടേണ്ടത് കണ്ടോ, റിട്ടേൺ അടിച്ച് വീണ്ടും വരികയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ 2 വട്ടം റിട്ടേൺ അടിച്ച് വന്നേക്കണം കേട്ടോ ഞങ്ങളെ കൂടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി. അപ്പോൾ നമ്മൾ ഈ മാളിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്യുമല്ലോ, അങ്ങനെ അത് ചെയ്യണത് കണ്ടുങ്ങാണ്ട് ഓൻ ചിരിച്ച് നിൽക്കാണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തി. അങ്ങനെ അവിടെ വന്ന് ആദ്യം സാധനങ്ങളൊക്കെ ഒന്നിങ്ങനെ നിരീക്ഷിച്ച് ഒന്നിങ്ങനെ നടന്നു എന്തൊക്കെ എടുക്കണം ഏതൊക്കെയാണെന്നുള്ളൊരു ഇതിലിങ്ങനെ
നോക്കിയും കൊണ്ട് പോരാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ എപ്പോഴും വരുന്ന ഞങ്ങൾ ഇവിടുക്കന്നെ കാര്യമായിട്ട് വരല്. ആദ്യം നമ്മൾ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ബില്ലാക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് പോയിട്ടാണ് കൗണ്ടറിൽ ബില്ലാക്കേണ്ടത്. ഇവിടുന്ന് സാധനങ്ങൾ തൂക്കി നോക്കിയിട്ട് അത് അതിൻ്റെ വില അതിന്മേൽ സ്റ്റിക്കർ അടിച്ച് തരാനുണ്ട്. ഇവിടെ കണ്ടോ ഒരു തേങ്ങക്ക് 60 രൂപ. നമ്മളവിടെ കിലോത്തിനല്ലേ വില, ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഒരു തേങ്ങക്കാണ് 60 രൂപ. അങ്ങനെ ഇതാ ഞങ്ങൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതൊക്കെ ബില്ലാക്കാനും വിൽക്കാനും വേണ്ടിങ്ങാണ്ട് ഓരോന്ന് ഇങ്ങനെ എടുക്കണത് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ബില്ലായ്മ ആക്കിയിട്ട് വേണം കൊണ്ടുവരണം കേട്ടോ. അതേപോലെ ഈ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പച്ചക്കറിയിലാണ് ഞാനത് കണ്ടത്, എന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ പച്ചക്കറിയിൽ പിന്നെ ഇത് നോക്കുമ്പോൾ ഇത് എന്താണ് ഫ്രൂട്ട് എന്ന് എനിക്കൊന്നും മനസ്സിലായിട്ട്, ഒരു ഫ്രൂട്ട്സ് ആണെന്ന് മനസ്സിലായി, പക്ഷെ അതെന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു ഉന്തുവണ്ടിയൊക്കെ എടുത്ത് പോന്ന് അതിക്ക് സാധനങ്ങൾ വേണ്ടതൊക്കെ പൊറുക്കി ഇട്ടുങ്ങാണ്ട് അങ്ങനെ വന്നു. പിന്നെ ഇവിടെ കണ്ടോ വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് നമ്മളെ നാട്ടിലത്തെ മരുന്ന് ഏകദേശം പിന്നെ എല്ലാതും ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ അതേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ചോറ് ആക്കണ ബോക്സാണ് കേട്ടോ. കാരണം അവർ ഡ്രൈവർമാർക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോനൊക്കെ ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ പോകുമ്പോൾ ഒരു നേരത്തിനുള്ള ഫുഡ് അതിലാക്കിങ്ങാണ്ടാണ് കേട്ടോ പോകൽ. പിന്നെ എന്നെ ഈ കടിക്കണത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ടോയ് കണ്ടുക്കണം, അത് വാങ്ങി കൊടുക്കാനാണ് കേട്ടോ. ഓന ആ ടോയ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചപ്പാത്തിക്ക് നോക്കിട്ടോ, ഇവിടെ 79 ഉറുപ്പ്യ, നമ്മളവിടെ 50 ഉറുപ്പ്യ കിട്ടുന്ന 10 ചപ്പാത്തി ഇവിടെ 79. പിന്നെ ഈ ഫ്രൂട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ അതാ ബദാം അണ്ടിപ്പരിപ്പ് നമ്മൾ അവിടുത്തേനൊക്കെ എന്താണെങ്കിലും നല്ല റേറ്റ് കൂടുതലാണ് കേട്ടോ, 10-20 പിന്നെ ഇത് നമ്മളെ പത്തിരിക്കോയിലാണ് കേട്ടോ. അത് കൊടുത്ത് ഞങ്ങളിതാ അവിടെ നിന്നൊക്കെ അതൊക്കെ ബില്ലടിച്ച് ഞങ്ങൾ പോകുന്ന സാധനങ്ങളൊക്കെ കവർ ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ഒരു കവറിന് 30 രൂപ പറയണം, അതിലെന്താ 1-2 സാധനം കൊള്ളും. ഓൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനം ഓൻ എന്തായിട്ട് അവിടെ നിലത്ത് വെച്ചങ്ങാണ്ട് പോന്നു കേട്ടോ. ഓനത് പിടിച്ചാനൊന്നും വെജാറിനങ്ങാണ്ട് അങ്ങനെ പോന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പറയും, വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ മക്കനെ കൊണ്ട് എടുത്തിട്ടു. നമ്മളതിന് കവറിന് 30 രൂപയൊന്നും കൊടുത്തില്ല, കാരണം 4-5 കവറെങ്കിലും വാങ്ങണം കേട്ടോ ഈ സാധനങ്ങൾ കൊള്ളണമെങ്കിൽ. അല്ലാതെ ഒരു കവറിൽ എന്തായാലും കൊള്ളൂല, കാരണം ബേക്കറി ഐറ്റംസും ഉണ്ട്, പച്ചക്കറി ഉണ്ട്, എല്ലാതും ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ കൊള്ളണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ 1-2 വാങ്ങിയിട്ട് എന്തായാലും എത്തൂല. അപ്പോൾ ഞങ്ങൾ എന്താട്ടി ഞങ്ങൾ രണ്ടാളും ഷാളിലിട്ടിട്ടും കൊടുന്നു. എന്തിനാ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ 30 ഉറുപ്പ്യ കവറിന് കൊടുക്കണം. പിന്നെ നമ്മൾ റൂമിൽ വന്ന വലിച്ചെറിയണം. പിന്നെ അതാ ഞങ്ങൾ നിൽക്കുന്ന റൂമിൻ്റെ മുന്നിൽ തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. ആ ചേച്ചിൻ്റെ അടുത്ത് നിന്ന് മുട്ടിയും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിങ്ങാണ്ട് വേറെ 2-3 സാധനം വാങ്ങണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി വന്നത് കണ്ടോ ഓലെ കോലാണ് കേട്ടോ. ഓല് ഈ ആൾക്കാർ കോലങ്ങൾ ഇടുമല്ലോ എപ്പോഴും, നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല, സീരിയലിലും സിനിമയിലൊക്കെ അങ്ങനെ കോല ഇടുന്നത്. അതേപോലെ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ സാധനങ്ങളൊക്കെ റൂമൊക്കെ കയറ്റി ഇതൊക്കെ ഉണ്ടോ വാങ്ങിച്ചപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.